അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സിലോപ്പിയ നമുക്കിത് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാം. വാഴയിലയിൽ പൊതിഞ്ഞ് നമുക്ക് പൊള്ളിച്ചെടുക്കുന്ന പരിപാടിയാണ് ഇന്നത്തേത്. അപ്പോൾ നമ്മൾ സിലോപ്പിയൊക്കെ നമ്മൾ റെഡിയാക്കി എല്ലാം നേരത്തെ തന്നെ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്കുണ്ടല്ലോ ഇതൊന്ന് മസാല തേച്ചെടുക്കണം. മസാല തേച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാലയെല്ലാം ഇനി ഈ മീനയിലോട്ടൊക്കെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇത് വലിയ കാര്യമായ രീതിയിൽ അത്യാവശ്യം മസാല മതി നമുക്ക് ആദ്യം ചെയ്യുമ്പോഴത്തേക്ക്. ഇത് കഴിഞ്ഞ് നമ്മൾ പൊള്ളിക്കാൻ നേരം ഉണ്ടല്ലോ, നമുക്ക് ഇതിനകത്ത് വേറെ മസാലകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വറക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള മസാല ഇപ്പം ചേർത്താൽ മതി. നമ്മൾ അപ്പം ഇതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പൊള്ളിക്കാൻ നേരമേ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പം നമ്മൾ 5 മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അത് നന്നായിട്ട് ഈ മസാല തേച്ചിട്ട് ഒരു 10-25 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാര്യം ആ ഉപ്പൊക്കെ അതിലിട്ടൊന്ന് പിടിച്ച് കിട്ടണ്ടേ. അപ്പം അതിന് വേണ്ടി 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. എത്ര സമയം വെക്കുന്നോ അത്ര നല്ലതാണ്. കാര്യം വെച്ചാൽ ആ മസാല അതിലിട്ടൊന്ന് പിടിക്കും. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ നമുക്ക് വാഴയിലേക്കകത്ത് പൊതിയേണ്ട മെയിൻ ഒരു മസാലയുണ്ട്. അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ ദാണ്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടി ഏകദേശം നന്നായിട്ട് ചൂടായി. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. കാര്യം വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുന്ന സമയത്തിന് നമുക്ക് ഉലുവ ഒരു നുള്ള് ഉലുവയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമുക്കിനി കടുക് ഇട്ട് കൊടുക്കണം. ഒന്ന് കടുക് കൂടെ പൊട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു രസം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ഉള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണ്. അതന്നെ, പക്ഷെ ഇത് നമ്മുടെ നാടൻ ചെറിയ ഉള്ളിയാണ്. നമുക്കിത് പെയ്യെ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. പക്ഷേ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെള്ളമയം മുഴുവൻ പോകാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മള് സവോള എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് ഉള്ള സവോള എടുത്തിട്ടുണ്ട്. അത് പൊത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. മറ്റേ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അരിഞ്ഞെടുക്കത്തില്ല, ആ ഒരു രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് വഴന്ന് കിട്ടാനും എളുപ്പമാണ്. നമ്മൾ മീനിന്റെ കൂടെ നന്നായിട്ട് ഫില്ലിങ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കൂടുതൽ സവാളയും ഉള്ളിയും എടുത്തിരിക്കുന്നത്. അതെ, ചെറിയ ഉള്ളി ഉണ്ടെങ്കിലുണ്ടല്ലോ അത്യാവശ്യം നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ സാധാരണ എന്നും ചെയ്യാറുള്ള പോലെ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചോണം. നമ്മൾ ഉപ്പ് ആവശ്യമുള്ളതാണ്. മാത്രമല്ല നമ്മൾ ആദ്യം മീനിന്റെ അകത്ത് പെരട്ടിയിട്ടുണ്ട്. ഉപ്പ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അവസാനം ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഉപ്പ് ഫൈനൽ ചെയ്യാനായിട്ട്. ഇത് ഒരു നുള്ളു ഉപ്പ് മാത്രം ഇട്ട് ഇതൊന്ന് വഴറ്റണം. അപ്പോൾ ഇത് നന്നായിട്ട്, അതായത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി നന്നായിട്ട് വെന്ത് കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുത്താണ്. നമ്മളൊരു 10 വെളുത്തുള്ളിയും ഒരു 1.5 ഇഞ്ചുള്ള ഇഞ്ചിയും കൂടെ അത് രണ്ടും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഇനി ഒരു സാധനം ഉണ്ട് നമ്മൾ ചേർക്കാനായിട്ട്. അത് നമ്മളെ തക്കാളി. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. 2 തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം വലിപ്പമുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. കറിവേപ്പില കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മീൻ വറുത്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ മീൻ വറുക്കാനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം.
ഇനി എണ്ണ ഒന്ന് ചൂടാണ്. എണ്ണയൊക്കെ നേരത്തെ തന്നെ ഒഴിച്ച് റെഡിയാക്കി മീൻ വറുക്കാനും മാത്രമുള്ള എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ എണ്ണ ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്ക് ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടില്ല, ഒരു ആവശ്യത്തിനുള്ള എണ്ണ മാത്രം മതി. അത് കുക്കിംഗ് ഓയിൽ ആണെങ്കിലും എടുക്കാം വറക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ കുറെ കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം എണ്ണ ഒന്ന് ചൂടാകട്ടെ. അപ്പൊ അതിന്റെ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഇത് റെഡിയായി വരുന്നുണ്ട്. ഒരു സ്വല്പ സമയം എടുക്കും. ഇത് ഇച്ചിരി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. നന്നായിട്ട് അതിന് ആ വെള്ളമയമൊക്കെ പോയി സെറ്റപ്പ് ആണ്. അതെ അങ്ങനെ പാൻ ചൂടായി റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് മീൻ വറുക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടല്ലോ ഒരു സ്വല്പം കറിവേപ്പില അതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് തന്നെയല്ല നമ്മളുണ്ടല്ലോ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് വറക്കാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുന്ന ആ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഇച്ചിരി കുറച്ച് അപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പം അത് നമ്മൾ ഈ എണ്ണയൊക്കെ ഒന്ന് ഇങ്ങനെ നമ്മുടെ ഈ ഫ്രൈ പാൻ എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഈ നടുവശമൊക്കെ ഒന്ന് എണ്ണയൊക്കെ സൈഡിൽ കിടക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പം ഇനി ഇവിടെ നിന്ന് ഫ്രൈ ആകട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി ഏകദേശം പകുതി സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പം ഇനി അത് പക്ഷേ ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമായ മുഴുവൻ പോകണം, അതുപോലെ ആവണം. എന്നാലും അതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ് ഇറങ്ങിപ്പോയിരിക്കും. ഇവിടുന്നുണ്ട് നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. ഇത് നമ്മുടെ കുടംപുളിയാണ്. അപ്പോൾ കുടംപുളി നമ്മൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഈ കുടംപുളി ഇടുമ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൂടെ ഉണ്ട്. കുടംപുളി ഉണ്ടെങ്കിലേ ഉണ്ടല്ലോ നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ കുടംപുളി ഇതുപോലെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇതാണ്. നമുക്ക് വേണം നമുക്ക് ഇതിനകത്തൊരു മസാല നമുക്ക് ചേർക്കാനായിട്ട്. ഇത് ഒരു 5 മിനിറ്റ് കൂടെ ആവണം, എന്നാലേ അതിൻ്റെ സംഭവം നല്ല അടിപൊളിയാകത്തുള്ളൂ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വറുത്ത് വെച്ച മീനൊന്ന് ഒരു എന്താ പറയുക കുറച്ചൊന്ന് തണുത്തും കൂടെ വേണം. എന്നാലേ നമുക്കത് ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് പൊതിഞ്ഞ് കെട്ടി ഒക്കെ വേണം നമുക്കിത് സെറ്റ് ചെയ്തിട്ട്. നമുക്ക് ഈ ഫ്രൈ പാൻ്റെ അത് തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചങ്ങോട്ട് വാർത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോമം എഴുതിയിട്ട് രോമാഞ്ചം അതുപോലത്തെ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ മസാല ഒക്കെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആദ്യമേ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാവേ. മഞ്ഞപ്പൊടി ഇല്ലാത്ത എന്ത് നമ്മുടെ ഒരു പരിപാടി. പിന്നെ മല്ലിപ്പൊടിയെ, ഇനി നമ്മൾ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആകുമ്പോഴത്തേക്കും നല്ല കളറും കിട്ടും, എന്നാൽ വലിയ എരിയും കാണത്തില്ല. നമുക്ക് ആവശ്യത്തിനുള്ള എരിയ കാണത്തുള്ളൂ. അപ്പം ഇതിൻ്റെ എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുരുമുളക് പൊടി. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, കാരണം നമ്മൾ ഉപ്പ് വളരെ കുറവ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ളി വഴറ്റാനുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മളുണ്ടല്ലോ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ആ കുടംപുളി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് വരുന്നൊരു ഈ കുടംപുളിയും കൂടെ ഉള്ളതുകൊണ്ടല്ലോ ഉപ്പ് അതിനനുസരിച്ച് ഇടണേ. അപ്പം അതിൻ്റെ ഒരു മണം അത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു മണം ഒരു പ്രത്യേക മണമാണത്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ച കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും.
അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. നമ്മുടെ ഗ്രേവി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വാഴയിലൊക്കെ നമ്മൾ വാട്ടി എടുത്തിട്ടുണ്ട്. വാട്ടി നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്താണ്. പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാര്യം വെച്ചാൽ നമ്മളിവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വാഴയില, അതുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം. നമുക്ക് വാഴയിലേക്ക് ഗ്രേവിക്ക് അതൊരു സ്വല്പം ഉപ്പൊടി ചേർത്തായിരുന്നേ. ഉപ്പ് നോക്കിയപ്പോൾ ഒരു സ്വല്പം കുറവുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴയിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രേവി അങ്ങോട്ട് പിടിപ്പിക്കാം. ഇത്ര മതി. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക. മീൻ വെക്കാം. നമ്മുടെ തണ്ടോട് കൂടിയ ഒരു കറിവേപ്പില അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഒരു കറിവേപ്പില വെക്കാം. ഒന്നുകൂടെ വെച്ചു. നല്ല ടേസ്റ്റ് ആയിരിക്കും സാധനം. അതിപ്പോൾ ഒന്നിൻ്റെ കൂടെ രണ്ടെണ്ണം മതി. എന്നിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടല്ലോ വീണ്ടും അതിൻ്റെ പുറത്തോട് നിന്ന് കോട്ട് ചെയ്യണം. ഇത്ര മതി. എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് പൊതിഞ്ഞെടുക്കണം. നമ്മൾ വാട്ടിയ ഇലയായതുകൊണ്ട് കീറിപ്പോകുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട നമുക്ക്. എന്നിട്ട് നമുക്കത് നമ്മുടെ വാഴനാര് വെച്ച് തന്നെ ഒന്ന് കെട്ടിയെടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഒരു കെട്ട്. അത്രയ്ക്ക് ടൈറ്റ് ആക്കണ്ട. എന്നിട്ട് ഈ സാധനം ഇവിടെ കിടക്കട്ടെ. ഒരു നാര് കുടിക്കുക. സേഫ് ആക്കുക. അതിന് ആ ഗ്രേവി നമുക്ക് വെളിയിൽ പോകും. അതുപോലെ ഒന്ന് കെട്ടി റെഡിയാക്കണം. എന്നിട്ട് നമുക്കിത് ഇതും കൂടെ എടുത്തിട്ട് ഒന്നും കൂടി ഇതിൻ്റെ നടുക്കൂടെ എടുക്കുക. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ പയ്യനെ നമ്മൾ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ മീനെല്ലാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വാഴയിലേക്കകത്തെല്ലാം പൊതിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഫ്രൈ പാൻ തന്നെ നമ്മൾ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. ഇതൊന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് പൊള്ളിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വാഴയിലയുടെ രുചിയും വെളിച്ചെണ്ണയുടെ രുചിയും എല്ലാം കൂടെ വരുമ്പോഴത്തേനും സംഭവം സെറ്റാവും. അപ്പം അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു കറിവേപ്പില തട്ടുകൂടെ ഇത് നമ്മൾ എല്ലാ കിഴിയിലും നമ്മൾ ഇഷ്ടം പോലെ കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഗ്രേവിക്കകത്ത് കറിവേപ്പില ഉണ്ട്. എല്ലാ കറിവേപ്പില നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് എണ്ണ ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ വെച്ച് കൊടുക്കാം. നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ 5 മീനാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ 5 മീൻ നമ്മൾ നന്നായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. കാര്യം ആവി അതിൻ്റെ അകത്തൊന്ന് നിൽക്കണമല്ലോ, അതിന് വേണ്ടിയാണ് നമ്മൾ അടച്ച് വെച്ചത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിടണം. തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ. കാര്യം നമ്മുടെ മീൻ ഓൾറെഡി നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. പിന്നെ നമ്മൾ തയ്യാറാക്കിയ ഗ്രേവി മീനിൻ്റെ എന്താ പറയുന്നത് ആ സാധനം എല്ലാം കൂടെ പിടിച്ച് വാഴയിലയുടെ ടേസ്റ്റും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പറഞ്ഞിരിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. നമ്മളെ ഇപ്പം ഇത് വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയി. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഇനി നമുക്കിതൊന്ന് തിരിച്ച് വാഴയിലയുടെ മണം വരുന്നുണ്ട്. അതെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കെട്ട് പൊട്ടാതെ തന്നെ നമ്മള് ഇങ്ങനെ 2 ഇത് വെച്ചിട്ട് തിരിച്ചിരുന്നായിരിക്കും നല്ലത്. കൈയൊന്നും പൊള്ളത്തില്ലെന്നുള്ളവർക്ക് വേണം കൈ വെച്ചാണ് സാഹസികമായിട്ട് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഒന്നും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണം തിരിഞ്ഞ് കിട്ടിയത് നമുക്ക് അടുത്ത സൈഡ് കൊണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ സംഭവം എല്ലാം വെന്തതാണ്. ഗ്രേവിയും കൂടെ ഒന്ന് റെഡിയാക്കണം. തിരിച്ചെല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തു, നമ്മൾ അടപ്പ് അങ്ങോട്ട് മാറ്റി വെക്കുക. നല്ല ഒരു മണമൊക്കെ. അപ്പോൾ നമുക്കിതെടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. കൈ കൊടുക്കാം. ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അപ്പോൾ നമ്മൾ എല്ലായിടത്തും മാറ്റി ആ പാനങ്ങൾ മാറ്റിയത് നല്ല ചൂടുണ്ട്. കൈ നല്ല പൊടി. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമുക്കുണ്ടല്ലോ കൈയൊക്കെ നല്ല കൊള്ളാതിരിക്കാൻ വേണ്ടി നമുക്ക് കത്രി വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ഇങ്ങനെ ചൂടാണ്. ആ വാഴയുടെ ആ ഒരു മണം നമുക്ക് സത്യം പറഞ്ഞാൽ കൊതി വന്നിട്ട് വയ്യ. അതുകൊണ്ടാണ് തുറന്നത്. നല്ല അടിപൊളി അടിപൊളി. എന്താ ഒരു ഭംഗി നോക്കിയതിന്റെ. അപ്പൊ ഇത് കേട്ടല്ലോ മണമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്ന നല്ല മണം. അപ്പം നമുക്കൊന്ന് തണുക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ല. ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു അല്പം ഒന്ന് തണുക്കണം. അപ്പൊ നമ്മുടെ മീൻ നന്നായിട്ട് അത്യാവശ്യം തണുത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് സൈഡിലൊക്കെ വെച്ച് ഒരു ഭംഗിക്കല്ല, അതിൻ്റെ കൂടെ ഉള്ളി കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം വരുത്തുള്ളൂ. അപ്പോൾ നമുക്ക് നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറിവേപ്പിലേക്ക് അങ്ങോട്ട് മാറ്റി. നല്ല ജ്യൂസി ആയിട്ടാണ് നിൽക്കുന്ന സാധനം. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വറുത്തെങ്കിലും പിന്നെ ഗ്രേവിയും ഇലക്കകത്ത് പൊള്ളിച്ചു എല്ലാം എടുത്തപ്പോഴത്തേനും നല്ല ജ്യൂസി. അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ കുടംപുളി കട്ട് ചെയ്തിടുമ്പോഴത്തേക്കുള്ള ആ ഒരു മണം, അത് അല്ല ടേസ്റ്റും എല്ലാം. അപ്പം ഇനി ഞാനിവിടെ ഒന്ന് നോക്കട്ടെ. കുടംപുളി ചെറിയ ചെറിയ പീസുകളായിരുന്നു. എനിക്കൊരു കുടംപുളി പീസും കിട്ടി. കുടംപുളിയുടെ നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോൾ കുടംപുളി എന്താ പറയുന്നത്, വെള്ളത്തില് മറ്റേ കറിയുടെ അകത്ത്. പക്ഷെ ഇതുണ്ടല്ലോ ഒരു അസാധ്യ ടേസ്റ്റ് ഉണ്ട് സാധനം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു സവാള കൂടെ കഴിക്കാം. അടിപൊളി സാധനം, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പറയുന്നില്ല, ചെയ്ത് നോക്കിയോ, ഗ്യാരണ്ടിയാണ് ഈ സംഭവം. ഇതിൻ്റെ അത് വേറെ സംഭവമൊന്നും വേണ്ട. അതായത് കുരുമുളക് പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, വലിയ ഉള്ളി, തക്കാളി, കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കോ, ഗ്യാരണ്ടി സാധനം. പക്ഷെ കുടംപുളി വേണം, എന്നാലാണ് അതിൻ്റെ ഒരു വാഴയിലയും വേണം. പിന്നെ നമ്മുടെ നല്ല നാടൻ കറിവേപ്പില. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുന്നത് നമ്മൾ അഭിപ്രായം പറയണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കാണല്ലോ നമുക്കും ഒരു സന്തോഷം വരുന്നത്, കാണുന്ന നിങ്ങൾക്കും ഒരു സന്തോഷം വരുന്നത്. അപ്പോൾ ആ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ കൂടാതെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റേ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്തൊക്കെ എല്ലാം വെച്ച് റെഡിയാക്കിക്കോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ നല്ലൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും വാഴയിൽ പൊള്ളിച്ച സിലോപ്പിയ. അപ്പം ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.